ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഈ സമയം നമ്മളുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ആദിത്യൻ വൃശ്ചികം രാശിയിൽ, വിശാഖം അനിഴം ഞാറ്റുവേലകളിൽ, ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലെ തിഥികളിലാണ്. ശനി കുംഭം രാശിയിൽ, ചതയം നക്ഷത്രത്തിൽ. എന്നാൽ വൃശ്ചികം 3-ാം തീയതി മുതൽ ശനി വക്രഗതി തീർന്ന് നേർരേഖയിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവം രാശിയിൽ, വക്രഗതിയിൽ മകയിരം നക്ഷത്രത്തിലാണ്. രാഹുവും കേതുവും യഥാക്രമം മീനം കന്നി രാശികളിലാണ്. രാഹു ഉത്രട്ടാതിയിലും കേതു ഉത്രത്തിലും സഞ്ചരിക്കുന്നു. ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിലാണ്. ശുക്രൻ ധനുരാശിയിൽ വൃശ്ചികം 2-ാം തീയതി വരെ മൂലം നക്ഷത്രത്തിലും തുടർന്ന് പൂരാടത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ വൃശ്ചികം രാശിയിൽ കേട്ട നക്ഷത്രത്തിൽ തുടരുകയാണ്. ഈ ആഴ്ചയിലെ അഷ്ടമ രാശിക്കൂറ് നോക്കാം. ഞായർ മുഴുവനും തുലാം രാശിക്കാർക്കാണ് അഷ്ടമരാശി. തുടർന്ന് തിങ്കളും ചൊവ്വയും ബുധനും രാവിലെ 9 മണി വരെയും വൃശ്ചികം രാശിക്കാർക്ക്. തുടർന്ന് അഷ്ടമരാശി വെള്ളിയാഴ്ച സായാഹ്നം വരെ ധനുരാശിക്കാർക്കാണ്. ശനിയാഴ്ച മകരം രാശിക്കാർക്ക് അഷ്ടമരാശി തുടരുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സാഹചര്യങ്ങൾക്കനുസൃതമായി മാറുവാൻ കഴിയും. കർമ്മരംഗത്തെ എല്ലാവിധ വെല്ലുവിളികളെയും നേരിടുവാൻ സാധിക്കുന്നതാണ്. അമിതമായ ആത്മവിശ്വാസം ഒരു രീതിയിൽ ഗുണകരമാകില്ല. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ കഴിവുകളെ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. ഒപ്പമുള്ള ആളുകളുടെ മാനസികമായ പിന്തുണയും ശക്തിയും നിങ്ങൾക്ക് വന്നുചേരും. സുഹൃത്ത് സമാഗമങ്ങൾ ഉണ്ടാകുന്നതാണ്. സാങ്കേതിക കാര്യങ്ങളിൽ കൂടുതൽ പരിശീലനവും അറിവും ആവശ്യമായി വരും. സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കുവാൻ സാധിക്കും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കുജചന്ദ്രയോഗമുള്ളത് മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുവാൻ ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരായ ആളുകൾക്ക് പ്രവർത്തനങ്ങളെല്ലാം കൗശലപൂർവ്വം നിർവഹിക്കുവാൻ സാധിക്കും. വഞ്ചിക്കാനുള്ള എതിരാളികളുടെ കണക്ക് കൂട്ടിയുള്ള പരിശ്രമങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. വ്യവഹാരങ്ങളിൽ മനപ്രയാസമുണ്ടായാലും മുന്നോട്ട് പോകുവാൻ തന്നെ തീരുമാനിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഏകാഗ്രത ഉള്ള ആഴ്ച കൂടിയാണ്. പരീക്ഷകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകളിൽ മുഴുകും. ചെറുപ്പക്കാരായ ആളുകളുടെ പ്രണയ ജീവിതം സുഗമമായി തന്നെ മുന്നേറുന്നതാണ്. വീട്ടിൽ ചെറിയ രീതിയിലുള്ള സ്വൈരക്കേടുകൾ കടന്നുവരാം. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിലിടത്തിൽ സമാധാനം ഉണ്ടാകും. നിങ്ങളുടെ സഹപ്രവർത്തകരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതാണ്. ദുർഘടമായ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്തുവാനാകും. കാര്യതടസ്സത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പോംവഴി കാണുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. വരവ് പ്രതീക്ഷിച്ചതുപോലെ തന്നെയാകും. ചെലവിൽ അല്പം നിയന്ത്രണം അനിവാര്യമാണ്. ആഡംബരം അധികരിച്ചേക്കും. നിങ്ങളുടെ സഹോദരങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ച രീതിയിൽ വന്നു ചേരില്ല. വ്യാപാര കാര്യങ്ങളിൽ അലച്ചിലുണ്ടാകുവാൻ ഇടയുണ്ട്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുവാനും ഇടവരുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ജന്മരാശിയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് വാരാദ്യം ഉന്മേഷം പകരും. സകുടുംബം വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. ചില ബന്ധങ്ങൾ പുതുക്കുവാൻ സാധിക്കും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ബിസിനസ്സിൽ ജാഗ്രത വേണ്ട ദിവസങ്ങളാണ്. പ്രതീക്ഷിച്ച ഓർഡറുകൾ വൈകാം. നിങ്ങളുടെ മേലധികാരിയുടെ അനിഷ്ടം നേരിടേണ്ടി വന്നേക്കാം. ആലസ്യം അനുഭവപ്പെടുന്ന ആഴ്ച കൂടിയാണ്. മറ്റു ദിവസങ്ങളിൽ ധനപരമായി വളരെയധികം മുന്നേറ്റമുണ്ടാകും. സഹോദരാനുകൂല്യം പ്രതീക്ഷിക്കാം. കർത്തവ്യങ്ങൾ അപുങ്കരം നിറവേറ്റുവാൻ സാധിക്കുന്നതാണ്. കാര്യാലോചനകളിൽ അഭിനന്ദനം ലഭിക്കും. മനസ്സ് സ്വസ്ഥമാക്കുകയും ചെയ്യുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ആഴ്ചയാണ്. ന്യായമായ കാര്യങ്ങളിൽ നേട്ടം ഭവിക്കുന്നതാണ്. അധ്വാനം നിങ്ങളുടെ വില മതിക്കപ്പെടും. എന്നാൽ ബിസിനസ്സിൽ അശ്രദ്ധയാൽ കൈനഷ്ടം വരുവാൻ ഇടയുണ്ട്. ചിലരെ അമിതമായി വിശ്വസിക്കുന്നത് കുഴപ്പത്തിന് കാരണമാകുന്നതാണ്.
ചതിക്കുഴികൾ ഒരു രീതിയിലും നിങ്ങൾ തിരിച്ചറിയുകയുമില്ല. മനസ്സിൽ പ്രസാദവും വിഷാദവും മാറി മാറി അനുഭവപ്പെടും. പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ആലോചിച്ച് വേണം തീരുമാനമെടുക്കുവാൻ. യാത്രകളിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുവാനും ഇടയുള്ള ആഴ്ചയാണ്. പ്രബന്ധ അവതരണത്തിൽ സഭാകമ്പം ഉണ്ടാകുവാനും ഇടയുണ്ട്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില പ്രവൃത്തികളെക്കുറിച്ച് പശ്ചാത്താപം തോന്നും. ആകസ്മിക യാത്രകൾ വേണ്ടിവരുന്നതാണ്. നിങ്ങളുടെ ചിലവ് നിയന്ത്രണാതീതം ആകുന്നതിൽ വളരെയധികം വിഷമമുണ്ടാകുന്നതാണ്. വാരാദ്യ ദിവസങ്ങളിൽ ഇങ്ങനെയാകും. എന്നാൽ വാരമധ്യത്തിൽ മനസ്സ് സ്വതന്ത്രമായിരിക്കും. ചലനോർജം കൈവരുന്നതാണ്. പ്രതീക്ഷിച്ചതിലും ഭംഗിയായി പല കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റി നിങ്ങളുടെ മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും. സംതൃപ്തി വളരെയധികം അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ്. വാരാന്ത്യ ദിവസങ്ങളിൽ നാക്കിൽ നിന്നും പരുഷമായ വാക്കുകൾ പുറപ്പെടുവാനിടയുണ്ട്. കുടുംബാംഗങ്ങളുടെ തെറ്റുകളെ കഠിനമായി വിമർശിക്കുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാർക്ക് യജ്ഞങ്ങൾ മടികൂടാതെ തുടർന്നാൽ ലക്ഷ്യം നേടാവുന്ന കാലമാണ്. സമൂഹത്തിൻ്റെ സ്വീകാര്യത നിലനിർത്തുവാൻ സാധിക്കും. ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും. സഹപ്രവർത്തകൻ്റെ അവധിയെ തുടർന്ന് അധിക ചുമതല ഉണ്ടാകുന്നതാണ്. ജന്മനക്ഷത്രാധിപനായ വ്യാഴത്തിന് വക്രം ഭവിക്കുകയാൽ മുൻ തീരുമാനങ്ങളിൽ നിന്നും പിറകോട്ട് പോയേക്കും. വരവിനനുസരിച്ചുള്ള ചെലവായിരിക്കില്ല. സൽക്കാര്യങ്ങൾക്കായി ധനം അധികം വ്യയം ചെയ്യുന്നതാണ്. വ്യാപാര രംഗം വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ വേണ്ടതുണ്ട്. ആത്മീയമായ സാധനങ്ങൾക്ക് നേരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ശനി വക്രം നീങ്ങി നേർഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. തീരുമാനങ്ങൾ ചുടലമാകും. കർമ്മരംഗം കൂടുതൽ ക്രിയാപരമാകുന്നതാണ്. ആശയവൈരുദ്ധ്യം പുലർത്തുന്നവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. സാമ്പത്തിക ഞെരുക്കത്തിന് തെല്ല് അയവുണ്ടാകും. എഴുതി തള്ളിയ കടം ഭാഗികമായെങ്കിലും മടക്കി കിട്ടുന്നതാണ്. മുതിർന്ന ആളുകളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകും. മക്കളുടെ വിവാഹ കാര്യങ്ങളിലെ ഉത്കണ്ഠയെല്ലാം നീങ്ങുന്നതാണ്. ആരോഗ്യ സംരക്ഷണം മാറ്റിവെക്കരുത്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. 11ാം ബലത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുകയാൽ വാരാരംഭം വളരെയധികം ശോഭനമാകും. മനസ്സന്തോഷത്തിന് പല കാരണങ്ങൾ വന്നു ചേരും. ശുഭവാർത്താ ശ്രവണം പ്രതീക്ഷിക്കാം. ഒരുപാട് കാലമായി കാണാനാവാത്ത ബന്ധുക്കളെ കാണുവാൻ സാധിക്കുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അധിക ചെലവ് വരാം. ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും. യാത്രാക്ലേശം, കാര്യവിഘ്നം ഇവ അനുഭവങ്ങളാകുവാൻ ഇടയുണ്ട്. വ്യാപാരത്തിലും പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകുവാനിടയില്ല. മറ്റു ദിവസങ്ങളിൽ സ്വതസിദ്ധമായ കഴിവുകളാൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹത്തിൽ വളരെയധികം സ്വസ്ഥതയും സമാധാനവും വന്നുചേരും. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. സ്വതസിദ്ധമായ കഴിവുകളാൽ കാര്യസാധ്യം അനായാസമാകും. മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരാശ്രയം ഉപേക്ഷിക്കും. ഉചിതമെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഉന്മേഷത്തോടെ നടപ്പിൽ വരുത്തും. എതിർപ്പുകളെ തൃണവൽഗണിക്കുന്നതാണ്. ധനാഗമം വളരെയധികം സുഗമമാകും. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ചില അനുകൂലതകൾ വീണ് കിട്ടുന്നതാണ്. ലോട്ടറി, ചിട്ടി അതുപോലെയുള്ള സാമ്പത്തികമായ അപ്രതീക്ഷിത ധനനേട്ടം പ്രതീക്ഷിക്കാം. ക്രിയാത്മകത ആദരിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹകരണം എല്ലാ രീതിയിലും വന്നുചേരും. മകളുടെ ജോലിക്കാര്യത്തിൽ ആശാവഹമായ എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. ഭാവനാകുലതയും ക്രിയാപരതയും അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് നേടിത്തരും. സ്വന്തം വീട്ടിലെ അനൈക്യം പരിഹരിക്കപ്പെടും. എന്നാൽ അയൽ തർക്കങ്ങൾ തീർക്കുന്നതിൽ ആർജവം ഉണ്ടാവേണ്ടതാണ്. പ്രയോജനമുള്ള ഡീലർഷിപ്പുകൾ ലഭിക്കും. കച്ചവട രംഗത്തിൽ വളരെയധികം വളർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മക്കളുടെ ഭാവിക്കായുള്ള നിക്ഷേപങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവാകേണ്ട സന്ദർഭം കൂടിയാണ്. ധനവിയോഗത്തിൽ മിതത്വം അനിവാര്യമായി വരും. നിങ്ങളുടെ ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരുന്നതിന് മനസ്സും ശരീരത്തിനും വളരെയധികം ആഹ്ലാദം പകരുന്നതാണ്. വ്യാഴം വെള്ളി ദിവസങ്ങൾ ശുഭത്വം കുറയുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. കന്നി രാശിക്കാർക്ക് ആദിത്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരം വളരെയധികം സംതൃപ്തി നൽകും. ഔദ്യോഗികമായ കീർത്തി ഉണ്ടാകും. സഹപ്രവർത്തകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും.
പ്രധാന തീരുമാനങ്ങൾ എതിർപ്പുകളില്ലാതെ തന്നെ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ്. ചിങ്ങരാശിക്കാർക്ക് കാര്യസാധ്യത്തിന് ചിലരെ ആശ്രയിക്കേണ്ടി വരും. പിതൃപുത്ര ബന്ധത്തിൽ രമ്യത കുറയാം. ജീവിത പങ്കാളി പക്ഷം പിടിക്കുന്നത് വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. വരുമാന വർധനവ് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഗൃഹ ആനുകൂല്യമുള്ളതിനാൽ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായ താളം കണ്ടെത്തുവാൻ സാധിക്കും. ഗാർഹികമായ മനപ്രയാസങ്ങളെ മറികടക്കുവാനാകും. പൊതുസംരംഭത്തിനായുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കും. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച അവസരം ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉചിതമായ പ്രവർത്തന സമയത്തിലേക്ക് മാറുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിലെ എല്ലാവിധ തടസ്സങ്ങളും നീക്കി കിട്ടുന്നതാണ്. പൂർവ്വ സുഹൃത്തുക്കളുടെ സമാഗമത്തിന് മുൻകൈയെടുക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ കൂടുതൽ നല്ല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായി ആരോപണം ഉയരുന്നതാണ്. നിങ്ങളുടെ വീടിനകത്തു നിന്നും പുറത്തു നിന്നും പോലെ ഈ പരാതി പ്രത്യക്ഷപ്പെടാം. കൃത്യനിഷ്ഠ തെല്ല് കുറയുവാനിടയുണ്ട്. പല കാര്യങ്ങളിലും ശ്രദ്ധയും സമയവും വളരെയധികം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. വസ്തുവിൽപ്പനയിൽ അമളി പറ്റാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണം. വ്യാപാരത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനായി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്നില്ല. പ്രണയിക്കുന്ന ആളുകൾക്ക് ഭാവിയെ സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ വളരെയധികം സമ്മർദ്ദമുണ്ടാകുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. വാരാന്ത്യത്തിൽ അഷ്ടമരാശിയുള്ളതിനാൽ ശുഭകാര്യാരംഭം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ധനം കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത വേണ്ട ഒരു സമയം കൂടിയാണ്. ചൊവ്വ മുതൽ ആത്മശക്തി വർദ്ധിക്കും. കാര്യതടസ്സങ്ങളെ മുൻകൂട്ടി തന്നെ കണ്ടറിയുവാൻ സാധിക്കുന്നതാണ്. അതിനെ മറികടക്കുവാൻ സഹജ ജ്ഞാനവും പ്രവൃത്തി പരിചയവും തുണയ്ക്കുന്നതാണ്. കുടുംബത്തിലെ വയോജനങ്ങൾക്ക് ചികിത്സാ മാറ്റം വഴി വളരെയധികം ആശ്വാസമുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് കഴിവിനൊത്ത ജോലി ലഭിക്കുന്നതാണ്. ആത്മാഭിമാനം വളരെയധികം ഉയരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം ഏകാഗ്രതയും വന്നു ചേരും. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ വ്യാഴത്തിന് വക്രസഞ്ചാരം നടക്കുകയാൽ തീരുമാനങ്ങൾ പലതും പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നതാണ്. പണമിടപാടുകളിൽ വളരെയധികം സൂക്ഷ്മത വേണം. സഹപ്രവർത്തകരുടെ വിരോധം നേടുന്നതാണ്. ഗവേഷകരുടെ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും അംഗീകരിക്കപ്പെടും. സ്ഥലം മാറ്റം പ്രതീക്ഷിച്ച ദിക്കിലേക്കാകും. പൊതുപ്രവർത്തനത്തിൽ ചില വെല്ലുവിളികൾ ഉയരാം. ബന്ധുവിവാഹത്തിന് ധനസഹായം ചെയ്യുവാൻ സാധിക്കും. ബൗദ്ധിക വ്യായാമങ്ങൾക്ക് നേരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. ഇതുവരെ കിട്ടാതിരുന്ന കൈവായ്പകൾ മടക്കി കിട്ടുന്നതാണ്. കെട്ടിടം പണിയിൽ മന്ദഗതി വരുവാൻ ഇടയുണ്ട്. അന്യനു വേണ്ടി അധ്വാനിക്കുന്ന ശീലം നിർത്തി സ്വന്തം കാര്യത്തിനായി അധ്വാനിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ജന്മനക്ഷത്രാധിപനായ ശനിയുടെ നേർഗതിയാൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. നിങ്ങൾ കൈക്കൊള്ളുന്ന ഏത് തീരുമാനമാണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുന്നതാണ്. രാഷ്ട്രീയ ശത്രുക്കളെ വീണ്ടും വിമർശിക്കും. സ്വാശ്രയ വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. മനസ്സന്തോഷത്തിന് പല കാരണങ്ങളും വന്നെത്തും. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അഷ്ടമരാശിക്കൂറാകിയാൽ സുപ്രധാന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാതിരിക്കുന്നതാണ് ഉത്തമം. സാമ്പത്തികമായി ക്ലേശിക്കുന്ന സുഹൃത്തിനെ സഹായിക്കുവാനും സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും സിദ്ധിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് അവയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. ആദിത്യൻ ജന്മരാശിയിൽ ഉള്ളതിനാൽ അലച്ചിലും ദേഹക്ലേശവും ഭവിക്കുന്നതാണ്. കരുതിവെച്ച ധനം മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതായി വരികയും ചെയ്യും. കുടുംബപരമായ താൽപ്പര്യം വളരെയധികം വർദ്ധിക്കും. കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിൽ ഉത്സുകത വളരെയധികം ഉണ്ടാകുന്നതാണ്. രണ്ടാം ഭാവത്തിലെ ശുക്രൻ സഞ്ചരിക്കുകയാൽ വചോവിലാസം ആകർഷണീയമാകും. പ്രണയത്തിൽ തൽപരത വളരെയധികം പ്രകടമായേക്കും. ആഗ്രഹിച്ച പദവികൾ ലഭിക്കുവാൻ കാലതാമസം ഭവിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. സ്വതന്ത്ര തീരുമാനം കൈക്കൊള്ളുമ്പോഴും അതിൻ്റെ വരും പോരായ്കകൾ പരിഗണിച്ചേക്കും. തൊഴിൽ മേഖലയിൽ വളരെയധികം ഉണർവുണ്ടാകുന്നതാണ്.
പുതിയ സംരംഭങ്ങളുടെ പിറകെ പോകുന്നതിനേക്കാൾ നിലവിലുള്ളതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുകയല്ലേ ഉചിതമെന്ന അഭിപ്രായം നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നതാണ്. വില ഒത്തുവരാത്തതിനാൽ വസ്തു വിൽപ്പനയിൽ തൽക്കാലം പിൻവാങ്ങുവാനിടയുണ്ട്. ആഡംബര ചെലവുകൾ വളരെയധികം വർദ്ധിക്കും. ഭോഗസുഖമുണ്ടാകും. പ്രണയനഷ്ടത്തിൽ ഖേദം അകന്നേക്കും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മനോവാകർമ്മങ്ങളിൽ ജാഗ്രത വളരെയധികം വേണ്ടതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. കാര്യാലോചനകളിൽ മുഖ്യത്വം ലഭിക്കുന്നതാണ്. സ്വന്തം കാര്യത്തിനൊപ്പം സമൂഹത്തിൻ്റെ കാര്യങ്ങളും ചിന്തയിൽ ഇടം പിടിക്കും. രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള അഭ്യുദയം ഭവിക്കുന്ന സന്ദർഭം കൂടിയാണ്. ഗവേഷകർക്ക് അനുകൂലമായ സമയം കൂടിയാണ്. നിങ്ങൾ അവതരിപ്പിച്ച നിരീക്ഷണങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധ കവരും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതി രേഖകൾ വൈകുവാനിടയുണ്ട്. യാത്രകൾ വളരെയധികം വേണ്ടിവരുന്ന സമയം കൂടിയാണ്. നവീനമായ ഗ്രഹോപകരണങ്ങൾ വാങ്ങും. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. കുടുംബ ബന്ധത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും വന്നുചേരും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. കച്ചവടത്തിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകുന്നതാണ്. സീസണൽ ആയിട്ടുള്ള ബിസിനസ്സിൽ ലാഭം വന്നുചേരും. ചിട്ടി, വായ്പ ഇവയിൽ നിന്നും ധനം സമാഹരിച്ച് ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ടാകുന്നതാണ്. ശത്രുക്കൾ ഉണ്ടെന്നുള്ള തോന്നൽ ഭയമായി മാറും. ആരോഗ്യമായ പരിശോധനയിൽ അലംഭാവമരുത്. ഉദ്യോഗസ്ഥർക്ക് സമാധാനം കുറയുവാൻ ഇടയുണ്ട്. പ്രശ്നപരിഹാരത്തിന് കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ബന്ധുസമാഗമത്തിൽ സന്തോഷമുണ്ടാകും. തീർത്ഥാടനത്തിലുള്ള ഒരുക്കം തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. വാരാദ്യം ചിന്താപരതയ്ക്കാവും മേൽക്കൈ വരിക. ക്രിയാപരത പിൻവാങ്ങി നിൽക്കുന്നതായി തോന്നും. ക്രമേണ കർമ്മ മേഖല വളരെയധികം ഊർജ്ജസ്വലമാകുന്നതാണ്. പുതിയ തന്ത്രങ്ങളും പരിസരവും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതാണ്. ബിസിനസ് യാത്രകൾ വളരെയധികം ഗുണകരമാക്കും. പുതിയ പാഠങ്ങൾ പഠിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് ചെറിയ വരുമാന മാർഗം കൈവരും. കഠിന അധ്വാനം ആവശ്യമായി വരുന്ന ദിവസങ്ങളാണ്. ദാമ്പത്യത്തിൽ മുഴുവനും സംതൃപ്തി അനുഭവപ്പെടണമെന്നില്ല. അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കും. മകൻ്റെ പഠന ആവശ്യങ്ങൾക്കായി കുറച്ച് തുക കൈവരിക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. സ്വന്തം കാര്യം മാറ്റിവെച്ച് അന്യർക്കു വേണ്ടി ഓടി നടക്കും. അതിൽ തൊഴിൽ രംഗം അല്പം മ്ലാനമാകുന്നതാണ്. വസ്തു വിൽപ്പന വളരെയധികം നീങ്ങുന്നത് മനക്ലേശമുണ്ടാക്കും. കിട്ടിയ വിലയ്ക്ക് കൊടുക്കുവാൻ കുടുംബാംഗങ്ങൾ പ്രേരിപ്പിച്ചാലും തയ്യാറാവില്ല. കടബാധ്യത പെരുകുന്നതിൽ ആശങ്ക ഉയരുന്നതാണ്. കലാപ്രവർത്തകർക്ക് ശുക്രൻ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. കരാറുകൾ മോഹവിലയ്ക്ക് സ്വന്തമാക്കുന്നത് കനത്ത സാമ്പത്തിക നഷ്ടത്തിന് ഇടവരുത്തും. പൊതുവെ ജാഗ്രത വേണ്ട ഒരു സമയം കൂടിയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. പ്രവർത്തന മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനുണ്ടെന്നും അറിയുവാനുണ്ടെന്നുമുള്ള ബോധ്യമുണ്ടാകും. അതിനായി നിങ്ങൾ ശ്രമം തുടരുന്നതാണ്. സുഹൃത്തിൻ്റെ ഉപദേശം തള്ളിക്കളയും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരുവാൻ ഇടയുണ്ട്. കടബാധ്യതകൾ പരിഹരിക്കുവാൻ ചില മാർഗങ്ങൾ തെളിയും. ആഡംബര ചെലവുകളുടെ പേരിൽ കുടുംബത്തിൽ തർക്കത്തിനിട വരുന്നതാണ്. നവീന ഗ്രഹത്തിനുള്ള ശ്രമം നീണ്ടേക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. ദൈവിക സമർപ്പണങ്ങൾക്ക് സമയം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പലരുടെയും സഹായത്തോടെ പുതുസംരംഭത്തിന് തുടക്കം കുറിക്കും. ആവശ്യത്തിലധികം കവിഞ്ഞ് അധ്വാനിച്ചാലും മേലധികാരികൾ ഉദ്യോഗസ്ഥരോട് കനിഞ്ഞേക്കില്ല. കളവ് പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ നശിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത ഉണ്ടാകും. പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം കിട്ടും. വയോജനങ്ങൾക്ക് താൽക്കാലികമായി മക്കളുടെ വീട്ടിൽ താമസിക്കേണ്ടി വരുന്നതാണ്. വിദേശത്തുള്ളവർക്ക് തൊഴിൽ പ്രശ്നത്തിൽ അല്പം ആശ്വാസം ഭവിക്കും. വിരുന്നുകളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. പ്രവൃത്തികൾ നിർബാധമായും നിർഭയമായും ചെയ്യും. വേണ്ടപ്പെട്ടവരാൽ കഠിന മനസ്സിൻ്റെ ഉടമയായി ചിത്രീകരിക്കപ്പെടും. ഭൗതിക താൽപ്പര്യങ്ങൾക്കൊപ്പം ആത്മീയ കാര്യങ്ങളിലും ഇഷ്ടമുണ്ടാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്താത്തതിനാൽ കടം വാങ്ങുവാനുള്ള സാഹചര്യം വന്നുചേരും. വ്യാപാരത്തിൽ സാമാന്യമായ ഉണർവ് ദൃശ്യമാകുന്നതാണ്. വീട്ടുകാര്യങ്ങളിലെ ശുഷ്കാന്തി അതിഥികളാൽ പ്രശംസിക്കപ്പെടുന്നതാണ്. മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഔത്സുക്യം പുലർത്തും.
ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ബുധന് നിപുണ യോഗം സംഭവിച്ചതിനാൽ പാണ്ഡിത്യത്തോടെ സംസാരിക്കുന്നതാണ്. കൃത്യതയുണ്ടാകും. തീരുമാനങ്ങളിലും പ്രവൃത്തിയിലുമടക്കം എല്ലാ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത്. 5-ലെ ചൊവ്വ ചിത്തകാഠിന്യത്തിന് കാരണമാകും. അനാവശ്യമായ തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഉത്തമം. വസ്തു വിൽപ്പനയിൽ അമളി പറ്റാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ വേണം. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഒരു രീതിയിലുമുള്ള അലംഭാവമരുത്. സുഹൃത്തുക്കളുടെ പിന്തുണയിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകും. വിദേശത്തേക്ക് പോകുവാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.